കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായതോടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയോട് കുറെ കൂടി അടുത്തെന്നാണ് CPM വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കിൽ അത് പ്രകടവുമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന് CPM മുന്നണിയിൽ നൽകുന്ന അധിക പരിഗണനയ്ക്ക് അതൊരു കാരണവുമാണ്. അതിനിടയിലാണ് കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റുമെന്ന അഭ്യൂഹം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പടർന്നത്. മൂന്നാം ഭരണം സ്വപ്നം കാണുന്ന CPMന് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തിരിച്ചടിയാവുമെന്ന് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ച ചെയ്തും കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്താനാണ് CPM നീക്കം. ഇതിന്റെ ഭാഗമാണ് തിരുവനന്തപുരം സീറ്റ് കേരള കോൺഗ്രസിന് കൈമാറാനുള്ള ആലോചന. ആന്റണി രാജു അയോഗ്യനായതോടെ സീറ്റ് ഏറ്റെടുക്കാൻ CPM തീരുമാനിച്ചിരുന്നു. എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സീറ്റ് കേരള കോൺഗ്രസിന് നൽകി ഒരു മുഴ മുന്നേറിയുകയാണ് CPM. കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. തിരുവനന്തപുരം ജില്ലയിൽ സീറ്റ് പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് സംസ്ഥാന നമ്മളെ ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്നതല്ല. അത് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടും. ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും കടന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഹായദാസിന്റെയും ജില്ലാ ജനറൽ സെക്രട്ടറി SS മനോജിന്റെയും പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റും NSS സഹയാത്രികനുമായ മനോജിന്റെ പേരിനാണ് മുൻതൂക്കം. തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള സീറ്റ് നഷ്ടപ്പെടുത്തിയും കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താനുള്ള CPMന്റെ രാഷ്ട്രീയ തന്ത്രം ഫലം കാണുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ്, മീഡിയ 1.